ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സൊല്യൂഷനിലെ 2 ഇമ്പോർട്ടൻറ്റ് ലോസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വൺ ഹെൻറീസ് ലോ, സെക്കൻഡ് വൺ റൗൾസ് ലോ. ഹെൻറീസ് ലോ ഇത് രണ്ടും ലിക്വിഡ് സൊല്യൂഷൻസിനുള്ളതാണ്. ഹെൻറീസ് ലോ പറയുന്നത് സൊല്യൂട്ട് ഗ്യാസ് ആവുമ്പോൾ, അതുപോലെ തന്നെ റൗൾസ് ലോ പറയുന്നത് സൊല്യൂട്ട് ലിക്വിഡ് ആവുമ്പോൾ. 2 കേസിലും സോൾവെൻ്റ് എന്ത് തന്നെയാണ്? ലിക്വിഡ് തന്നെയാണ്. അപ്പോൾ ഈ 2 ലോസും കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഹെൻറീസ് ലോ പറയുന്നത് P = KH × X ആണ്. അതായത് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഹെൻറീസ് ലോ. അതായത് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും പ്രൊപ്പോർഷണലാണ്. P പ്രൊപ്പോർഷണൽ ടു X ഓർ P = KH × X. ഇനി റൗൾസ് ലോ എന്താ പറയുന്നത്? 2 വോളറ്റൈൽ ലിക്വിഡ്സിൻ്റെ സൊല്യൂഷനിൽ ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ അതാതിൻ്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണലായിരിക്കും എന്ന് പറഞ്ഞു. സോ P1 പ്രൊപ്പോർഷണൽ ടു X1, P2 പ്രൊപ്പോർഷണൽ ടു X2 ഓർ P1 = P10 × X1. ഇനി ഈ 2 ഇക്വേഷൻസും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഹെൻറീസ് ലോയിൽ KH ആണ്, റൗൾസ് ലോയിൽ P10 ആണ്. അത്രേ വ്യത്യാസമുള്ളൂ. അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ശരിക്കും ഈ 2 സൊല്യൂഷൻസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൗൾസ് ലോയിൽ 2 വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. ആ വോളറ്റൈൽ ലിക്വിഡ്സിൽ ഒന്ന് മോർ വോളറ്റൈൽ ആണെങ്കിൽ അത് ഗേഷ്യസ് ഫേസിലായിരിക്കും, കൂടുതൽ വോളറ്റൈൽ ആണെങ്കിൽ അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലാവുമ്പോൾ ഉള്ളതാണ് എന്ത്? ഹെൻറീസ് ലോ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൗൾസ് ലോനെ നമുക്ക് ഹെൻറീസ് ലോൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്യാം. കൂടുതൽ വോളറ്റൈലാണ് സൊല്യൂട്ട് എന്ന് മാത്രം. ഏതിൻ്റെ കേസിൽ? ഹെൻറീസ് ലോൻ്റെ കേസിൽ. അപ്പോൾ രണ്ടിലും വ്യത്യാസം വരുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൽ മാത്രം. സോ വി ക്യാൻ കൺസിഡർ റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ കൺസിഡർ ചെയ്യാം. 2 ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2 ലിക്വിഡ് സൊല്യൂഷനിലും സോൾവെൻ്റ് ലിക്വിഡാണ്. ഫസ്റ്റ് വൺ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്, സെക്കൻഡ് വൺ ലിക്വിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് ആണ്. എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ വോളറ്റൈൽ സോൾവെൻറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് ധാരാളം അറിയാം. ഇപ്പോൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഷുഗർ, ഗ്ലൂക്കോസ്, യൂറിയ എക്സെട്ര ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അല്ലെങ്കിൽ അയോഡിൻ ഓർ സൾഫർ ഡിസോൾവ്ഡ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ് ലൈക്ക് കാർബൺ ഡൈസൾഫൈഡ്. ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ്. ഇനി ഒരു സോൾവെൻറ്റ്, അത് ഈ എല്ലാ കേസിലും സോൾവെൻറ്റ് നമുക്ക് വോളറ്റൈലാണെന്ന് കൺസിഡർ ചെയ്യാം. വോളറ്റൈൽ സോൾവെൻറ്റ് ലിക്വിഡാണ്, വോളറ്റൈലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു വോളറ്റൈൽ പ്യുവർ സോൾവെൻറ്റ് നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സർഫസ് മുഴുവൻ സോൾവെൻറ്റ് മോളിക്യൂൾസ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കും. സർഫസിൽ മുഴുവൻ കാണുന്നത് സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമായിരിക്കും. അത് വോളറ്റൈലുമാണ്. സോ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ വോളറ്റൈൽ ലിക്വിഡ് വേപ്പർ ഫേസിലേക്ക് പോകുന്നു. അറ്റ് എനി ടെമ്പറേച്ചർ, അറ്റ് റൂം ടെമ്പറേച്ചർ ഓൾസോ ദ ഇവാപ്പറേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് occupies in gaseous phase and this vapor can condense back into liquid state also and finally an equilibrium is reached. ആ ഇക്വിലിബ്രിയത്തിൽ ഈ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇറ്റ് ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ പ്യുവർ സോൾവെൻറ്റിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 1 മോൾ സോൾവെൻറ്റിലേക്ക് 1 മോൾ സൊല്യൂട്ട് നമുക്ക് വേരി ചെയ്യാം കോൺസെൻട്രേഷനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നു. നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, സോളിഡ് സൊല്യൂട്ട്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ സർഫസിലെ ഒരു ഭാഗം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കൊണ്ട് ഓക്യുപ്പൈ ചെയ്യുന്നു. കുറേ സോൾവെൻറ്റ് മോളിക്യൂൾസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടും ഓക്യുപ്പൈ ചെയ്യുന്നു. Then also evaporation takes place. But evaporation takes place for solvent molecules only. Because the solute molecules are non-volatile, it cannot change into
vapor phase. So only solvent molecules undergoes vaporization. So what happens to the number of solvent molecules in the gaseous phase? Sure ആയിട്ടും number of solvent molecules in vapor phase decreases. ഏതിനെക്കാട്ടിലും കുറവാണ്? പ്യുവർ സോൾവെൻറ്റ് മോളിക്യൂൾസിനെക്കാട്ടിലും. കാരണം ഇവാപ്രേഷൻ എപ്പോഴും നടക്കുന്നത് സർഫസിൽ നിന്നാണ്. ഇവിടെ സർഫസിൻ്റെ ഒരു ഭാഗം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മോളിക്യൂൾസ് കൊണ്ട് ഓക്യുപ്പൈ ചെയ്ത കാരണം ആ ഭാഗത്ത് നിന്നും ഇവാപ്രേഷൻ നടക്കില്ല. ഓൺലി സോൾവെൻറ്റ് മോളിക്യൂൾസ് ഇവാപ്രേറ്റ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ വേപ്പർ ഫേസ് ഡിക്രീസസ്. ഇവിടെയും ഏത് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ? സോൾവെൻറ്റ് മോളിക്യൂൾസ്. പക്ഷെ അതിൻ്റെ എണ്ണം കുറവാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ വേപ്പർ പ്രഷർ? Then the vapor pressure of solution will be less than that of pure solvent. അപ്പോൾ എപ്പോഴും ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വോളറ്റൈൽ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ദിസ് ഇസ് നോൺ ആസ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. നമുക്കറിയാം പ്യുവർ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ നമ്മളെപ്പോഴും P10 എന്നല്ലേ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വേപ്പർ പ്രഷർ ബിക്കംസ് P1. വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? പ്യുവർ സോൾവെൻറ്റ്. ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. P1 ഈസ് ലെസ് ദാൻ P10. So P10 minus P1, that is called the lowering of vapor pressure. So when a non-volatile solute is added to a pure solvent, the vapor pressure of the solvent decreases. That decrease P10 minus P1 is equal to delta P എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ നമുക്ക് റൗൾസ് ലോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു റൗൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ സൊല്യൂഷൻ ഓഫ് 2 volatile liquid the partial vapor pressure of each component is proportional to its mole fraction. But in this solution the volatile component is solvent only. Solute is non-volatile. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് പറയാം. റൗൾസ് ലോ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് പറയാം. എങ്ങനെ പറയാം? ഫോർ എനി സൊല്യൂഷൻ, അതായത് എനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റും സൊല്യൂട്ടും വോളറ്റൈലാവണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം മാത്രം വോളറ്റൈലാണെങ്കിൽ ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ വോളറ്റൈൽ കമ്പോണൻറ്റ് ഓൺലി. അല്ലെങ്കിൽ നമുക്ക് പറയാം P10 minus P1 is delta P, that is lowering of vapor pressure. So if we compare the vapor pressure of the solution P10 minus P1 with that of pure solvent P10, then it is called relative lowering of vapor pressure. ഈ relative lowering എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? The number of moles of solute particle. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്തോറും ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ കൂടി വരും. വേപ്പർ പ്രഷർ കുറയുന്നത് എന്തിനനുസരിച്ചിരിക്കും? നമ്പർ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. അതിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതായത് നമ്മൾ ഇതിലേക്ക് 1 മോൾ ഷുഗർ ആഡ് ചെയ്താലും 1 മോൾ യൂറിയ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 1 മോൾ ഗ്ലൂക്കോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും the same lowering of vapor pressure takes place. So it depends only on the number of solute particle and not on its nature. That means it depends upon the mole fraction of solute എന്ന് പറഞ്ഞൂടെ. Number of moles of solute, that is mole fraction of solute. So we can write P10 minus P1 divided by P10 equal to X2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗൾസ് ലോ ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ ദിസ് വേ ഓൾസോ. ദാറ്റ് ഈസ് ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ P10 മൈനസ് P1 റിലേറ്റഡ് ടു ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് can be written like this. So this relative lowering of vapor pressure equal to mole fraction of non-volatile solute. So ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ദ വേപ്പർ പ്രഷർ ഗെറ്റ്സ് ഡിക്രീസ്ഡ്. ഓർ ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ദാറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. ക്ലിയർ? സോ നമ്മൾ 3 തരത്തിലുള്ള സൊല്യൂഷൻ്റെയും വേപ്പർ പ്രഷറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 3 തരത്തിലുള്ള ലിക്വിഡ് സൊല്യൂഷൻ. ഫസ്റ്റ് വൺ ലിക്വിഡ് സൊല്യൂഷൻ കണ്ടെയ്നിങ് ഗ്യാസ് ആസ് സൊല്യൂട്ട്, സെക്കൻഡ് വൺ ലിക്വിഡ് ആസ് സൊല്യൂട്ട്,
തേർഡ് വൺ സോളിഡ് ആസ് സൊല്യൂട്ട്. ഇനി നമുക്ക് സൊല്യൂഷൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ റൗൾസ് ലോ ആണ് അതിനോട് റിലേറ്റ് ചെയ്യുന്ന ലോ. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസും ഉണ്ട്, റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസും ഉണ്ട്. എല്ലാ കോൺസെൻട്രേഷനിലും എല്ലാ ടെമ്പറേച്ചർ റേഞ്ചസിലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. സോ റൗൾസ് ലോനെ ബേസ് ചെയ്തിട്ട് സൊല്യൂഷൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ റേഞ്ചസ്. അപ്പോൾ സെക്കൻഡ് എന്തായിരിക്കും? സൊല്യൂഷൻസ് വിച്ച് ഡു നോട്ട് ഒബേ റൗൾസ് ലോ, ദാറ്റ് ഈസ് കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. So there are two types of solution based on Raoult's law, ideal and non-ideal solution. Raoult's law obey ചെയ്യുന്നുണ്ടെങ്കിൽ P1 equal to P10 into x1 ആയിരിക്കും, P2 equal to P20 into x2 ആയിരിക്കും. ഇനി അങ്ങനെയുള്ള സൊല്യൂഷനിൽ രണ്ട് ലിക്വിഡും മിക്സ് ചെയ്ത് സൊല്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് there will not be any change in enthalpy or any change in volume, or you can say delta H mixing equal to 0 and delta V mixing equal to 0 for ideal solution. So these are the conditions for a solution to be ideal. ഇനി ഐഡിയൽ സൊല്യൂഷൻ എന്തുകൊണ്ട് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു? നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഐഡിയൽ സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലിക്വിഡിനെ നമുക്ക് എ എന്ന് പേര് കൊടുക്കാം, സെക്കൻഡ് ലിക്വിഡിനെ ബി എന്ന് പേര് കൊടുക്കാം. രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് എ ആൻഡ് ബി. വി നോ ദാറ്റ് ഇൻ ദ ലിക്വിഡ് എ, ഇൻ ബിറ്റ്വീൻ എ മോളിക്യൂൾസ് ദർ ഈസ് ഇൻ്റർമോളിക്കുലർ ഇൻ്ററാക്ഷൻ. അതുപോലെ ബി എന്നുള്ള ലിക്വിഡിലും ബി മോളിക്യൂൾസ് തമ്മിൽ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കും. സോ ഇതിലുള്ള എ ഇൻ്ററാക്ഷൻ ആൻഡ് ബി ഇൻ്ററാക്ഷൻ രണ്ടും പ്യൂറായിട്ടിരിക്കുമ്പോൾ ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എ ന്യൂ ടൈപ്പ് ഓഫ് ഇൻ്ററാക്ഷൻ സ്റ്റാർട്ട്സ്. അതേതായിരിക്കും? എ ബി ഇൻ്ററാക്ഷൻ. സോ എ ബി ഇൻ്ററാക്ഷൻസ് എ ഇൻ്ററാക്ഷൻ്റെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ബി ഇൻ്ററാക്ഷൻ്റെ അതേപോലെ തന്നെയാണെങ്കിൽ, അതേ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ ആണെങ്കിൽ, ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ ദ വേപ്പർ പ്രഷർ വിൽ ബി ആസ് ഗിവൺ ബൈ ദ റൗൾസ് ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഐഡിയൽ ബിഹേവിയർ കാണിക്കും. സോ ഐഡിയൽ ബിഹേവിയർ കാണിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? എ ബി ഇൻ്ററാക്ഷൻ മസ്റ്റ് ബി സിമിലർ ടു എ ഓർ ബി ഇൻ്ററാക്ഷൻ. then such solutions behave ideally. അതിന് എക്സാമ്പിളാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഹെക്സെയിൻ, നോർമൽ ഹെപ്റ്റെയിൻ എന്താണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഏതാണ്ട് സിമിലർ ആണ്. അതുകൊണ്ട് അത് എന്ത് കാണിക്കുന്നു? ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രോമോ ഈഥെയിൻ ആൻഡ് ക്ലോറോ ഈഥെയിൻ, അതിൻ്റെ സ്ട്രക്ചറും സിമിലർ ആണ്. അതുകൊണ്ട് അത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു. Another example is benzene and toluene. All these are examples for ideal solution. ഇനി ഐഡിയൽ സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഷുവറായിട്ടും റൗൾസ് ലോ എന്ത് ഗ്രാഫ് തരുന്നോ അത് തന്നെയായിരിക്കും. റൗൾസ് ലോൻ്റെ അതേ ഗ്രാഫായിരിക്കും ഏതിനും കിട്ടുന്നത്? ഐഡിയൽ സൊല്യൂഷന്. ബിക്കോസ് ഐഡിയൽ സൊല്യൂഷൻസ് ഒബേ റൗൾസ് ലോ. അപ്പോൾ റൗൾസ് ലോൻ്റെ ഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഓർമ്മയുണ്ടാവും. ഇതാണ് റൗൾസ് ലോൻ്റെ ഗ്രാഫ് വരുന്നത്. ഒരു കമ്പോണൻറ്റിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ ഗ്രാഫ് ഇത് വരുന്നു, ഇത് സെക്കൻഡ് കമ്പോണൻറ്റ് വരുന്നു, ഇത് ടോട്ടൽ വേപ്പർ പ്രഷറിനുള്ള ഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെ. സോ നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അത് എന്ത് ഒബേ ചെയ്യുന്നില്ല? റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ P1 ഈസ് നോട്ട് ഈക്വൽ ടു P10 ഇൻറ്റു x1, P2 നോട്ട് ഈക്വൽ ടു P20 ഇൻറ്റു x2 ആയിരിക്കും. അപ്പോൾ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ മേ ബി ഗ്രേറ്റർ ഓർ ലെസ് അല്ലേ, രണ്ട് തരത്തിലും ആവാം. അപ്പോൾ P1 ഗ്രേറ്റർ ദാൻ P10 ഇൻറ്റു x1 ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. എന്തുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു? നോക്കൂ, വേപ്പർ പ്രഷർ P1 ഈസ് ഗ്രേറ്റർ ദാൻ P10 ഇൻറ്റു x1. അതായത് നമ്മുടെ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഇതാണെങ്കിൽ P1 ഈക്വൽ ടു P10 ഇൻറ്റു x1 ഇവിടെ കൂടുതലാണ്, വേപ്പർ പ്രഷർ കൂടുതലാണ്. അപ്പോൾ
if the vapor pressure of the solution is greater than what we expect from Raoult's law, then it is said to show പോസിറ്റീവ് ഡീവിയേഷൻ. അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെന്ന് പറയുന്നു. എന്താണ് പോസിറ്റീവ് ഡീവിയേഷൻ? അതായത് വേപ്പർ പ്രഷർ റൗൾസ് ലോ എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്ന് പറയുന്നു. രണ്ട് കമ്പോണൻറ്റും P1 ഗ്രേറ്റർ ദാൻ P10 ഇൻറ്റു X1 ആയിരിക്കും, P2 ഗ്രേറ്റർ ദാൻ P20 ഇൻറ്റു X2 ആയിരിക്കും. അങ്ങനെയുള്ള സൊല്യൂഷൻസിൻ്റെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിങ്ങും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. പോസിറ്റീവ് ഡിവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയുള്ള സൊല്യൂഷന് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് ഏതിനാണ്? വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും ഇവിടെ വേപ്പർ പ്രഷറും വൈ ആക്സിസിലെ വേപ്പർ പ്രഷറും ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഹിയർ വേപ്പർ പ്രഷർ, ഹിയർ മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് രണ്ട് കമ്പോണൻറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് X1 ഈക്വൽ ടു 0, റൈറ്റിലേക്ക് മോൾ ഫ്രാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു X1 ഈക്വൽ ടു 1. ഇവിടെ X1 ഈക്വൽ ടു 0, X2 എന്തായിരിക്കും? 1, ബിക്കോസ് X1 പ്ലസ് X2 ഇൻ എ ബൈനറി സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. സോ ഹിയർ X2 ഈക്വൽ ടു 1 ആൻഡ് ഹിയർ X2 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് 3 എണ്ണം ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ വേപ്പർ പ്രഷർ റൗൾസ് ലോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് റൗൾസ് ലോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ എങ്കിൽ അതിലും കൂടുതൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് എന്തായാലും എങ്ങനെയായിരിക്കും? ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിന് മുകളിൽ കൂടെ പാസ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ടോട്ടൽ വേപ്പർ പ്രഷറിനുള്ളതാണ്, ഇത് ഫസ്റ്റ് കമ്പോണൻറ്റിനുള്ളതാണ്, ഇത് സെക്കൻഡ് കമ്പോണൻറ്റിനുള്ള ഗ്രാഫാണ്. അപ്പോൾ എല്ലാം പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ ഗ്രാഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ച് മുകളിലേക്ക് നിൽക്കുന്നു. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷനുള്ള ഗ്രാഫ് വരുന്നത്. ഇനി ഇതേപോലെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനുള്ള ഗ്രാഫ് വരച്ചൂടെ? എന്തായിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ? പോസിറ്റീവ് ഡീവിയേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയാൻ പറ്റും. എന്താണ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊല്യൂഷൻ for such a solution P1 is less than P10 into X1, P2 is also less than P20 into X2, P20 into X2, delta H mixing less than 0, delta V mixing less than 0 ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ് ഈസ് എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ നമുക്ക് ഇതേപോലെ ഗ്രാഫ് വരയ്ക്കാം വിത്ത് വേപ്പർ പ്രഷർ ഓൺ വൈ ആക്സിസ്, മോൾ ഫ്രാക്ഷൻ ഓൺ എക്സ് ആക്സിസ്. ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഐഡിയൽ ബിഹേവിയറിനുള്ളത് നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നു. നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ വേപ്പർ പ്രഷർ റൗൾസ് ലോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറവായിരിക്കും. സോ ഇറ്റ്സ് ഗ്രാഫ് ലൈസ് ബിലോ ദാറ്റ് ഓഫ് ഐഡിയൽ ബിഹേവിയർ. താഴേക്ക് വരുന്നു, എല്ലാ ഗ്രാഫും താഴേക്ക് വരുന്നു. ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി എന്തുകൊണ്ടാണ് ഇത് നോൺ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഐഡിയൽ ബിഹേവിയർ കാണിക്കാനുള്ള കാരണം എന്താ? എ ബി ഇൻ്ററാക്ഷൻസ് ആർ സിമിലർ ടു എ ഓർ ബി ബി ഇൻ്ററാക്ഷൻ, അതിനോട് ഈക്വൽ തന്നെയായിരിക്കും. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ വേപ്പർ പ്രഷർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഷുവറായിട്ടും സോൾവെൻറ്റ് സൊല്യൂട്ട് മോളിക്യൂൾ ഇൻ്ററാക്ഷൻ കുറവായിരിക്കും. അതായത് എ ബി ഇൻ്ററാക്ഷൻസ് എങ്ങനെയായിരിക്കും? എ ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ ബി ബി ഇൻ്ററാക്ഷനെക്കാട്ടിലും കുറവായിരിക്കും. വീക്ക് അട്രാക്ഷനേ ഉണ്ടാവുള്ളൂ എയും ബിയും തമ്മിൽ. അപ്പോൾ ഈ എ ബി ബോണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് മോർ മോളിക്യൂൾസ് റീച്ചസ് ഇൻ ദ വേപ്പർ ഫേസ്. കൂടുതൽ മോളിക്യൂൾ വേപ്പർ ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ റൗൾസ് ലോ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ വേപ്പർ പ്രഷർ ആയിരിക്കും. അതാണ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. സോ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് എ ബി ഇൻ്ററാക്ഷൻസ് ആർ വീക്കർ ദാൻ എ ഓർ ബി ബി ഇൻ്ററാക്ഷൻ. സച്ച് സൊല്യൂഷൻസ് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? എ ബി ഇൻ്ററാക്ഷൻസ് എങ്ങനെയായിരിക്കും? എ ബി ഇൻ്ററാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ എ ഓർ ബി ബി ഇൻ്ററാക്ഷൻ. അപ്പോൾ എ ബി ഇൻ്ററാക്ഷൻസ് ഇവിടെ എ ബി ഇൻ്ററാക്ഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ
എന്താ സംഭവിക്കുന്നത്? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഈസി ആവില്ല. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് റീച്ചിങ് ഇൻ ദ വേപ്പർ ഫേസ് വിൽ ബി ലെസ്. സോ ഇറ്റ്സ് വേപ്പർ പ്രഷർ വിൽ ബി ലെസ് ദാൻ വാട്ട് വി എക്സ്പെക്ട് ഫ്രം റൗൾസ് ലോ. അങ്ങനെയാണെങ്കിൽ അതെന്ത് കാണിക്കുന്നു? നെഗറ്റീവ് ഡീവിയേഷൻ. വേപ്പർ പ്രഷർ കുറവ്. വേപ്പർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ, കുറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഇനി ഇതിനൊക്കെ എക്സാമ്പിൾസും കൂടി മനസ്സിലാക്കണം. എന്താ എക്സാമ്പിൾസ്? നമ്മൾ ഐഡിയൽ സൊല്യൂഷന് പറഞ്ഞു, ഏകദേശം സിമിലർ സ്ട്രക്ചർ ഉള്ളത് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. പോസിറ്റീവ് ഡീവിയേഷൻ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എത്തനോൾ അസറ്റോൺ എടുക്കാം. എന്തുകൊണ്ടാണ് എത്തനോൾ അസറ്റോൺ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? നമുക്കറിയാം എത്തനോളിൻ്റെ ഉള്ളിൽ എത്തനോൾ മോളിക്യൂൾസ് തമ്മിൽ ഒരു സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. എത്തനോൾ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി ബന്ധപ്പെട്ടിരിക്കുന്നു. അസറ്റോണിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നുമില്ല. അസറ്റോൺ മോളിക്യൂളിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇനി ഈ എത്തനോളിലേക്ക് അസറ്റോൺ ആഡ് ചെയ്യുന്ന സമയത്ത് എത്തനോൾ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് ബ്രേക്ക് ആവുന്നു. അസറ്റോൺ ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂൾസ് ഈസി ആയിട്ട് വേപ്പർ ഫേസിലെത്തുന്നു. അത് കൂടുതൽ വേപ്പർ പ്രഷർ കാണിക്കുന്നു. അങ്ങനെ അത് എന്ത് കാണിക്കുന്നു? പോസിറ്റീവ് ഡീവിയേഷൻ. അതേപോലെ വേറൊരു എക്സാമ്പിളാണ് കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അസറ്റോൺ. ഇൻ കാർബൺ ഡൈസൾഫൈഡ് ഓർ അസറ്റോൺ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വെച്ചല്ല നമ്മൾ പറയുന്നത്. ഇവിടെ ഡൈപോൾ ഇൻറ്ററാക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡൈപോൾ ഇൻറ്ററാക്ഷൻ കാർബൺ ഡൈസൾഫൈഡ് ആൻഡ് അസറ്റോൺ അതിലുള്ള ഓരോന്നിലുള്ള ഇൻറ്ററാക്ഷൻസ് കുറയുന്നു. ഡൈപോൾ ഇൻറ്ററാക്ഷൻ കുറയുന്നു. മോർ മോളിക്യൂൾസ് റീച്ചസ് ഇൻ ദ വേപ്പർ ഫേസ് ആൻഡ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. അതേപോലെ തന്നെയാണ് എത്തനോൾ ആൻഡ് വാട്ടർ. അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് വരുന്നത്. എത്തനോൾ വാട്ടർ ഓൾസോ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. എക്സാമ്പിൾസും ഓർത്തിരിക്കണം. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത് എപ്പോഴാണ്? ഇപ്പോൾ നോക്കി നോക്കൂ. ഒരു എക്സാമ്പിളായിട്ട് ഫീനോൾ അനിലിൻ, വേറൊരു എക്സാമ്പിൾ ക്ലോറോഫോം അസറ്റോൺ. അപ്പോൾ അസറ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഫോർമുല CH3COCH3. ഇതാണ് അസറ്റോൺ. ഇനി അസറ്റോൺ ആൻഡ് ക്ലോറോഫോം ആണ് പറയുന്നത്. ക്ലോറോഫോമിൽ CHCl3 ആണ്. ഇവിടെ when these two liquids are mixed, hydrogen bond develops in between the two. അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു, പുതിയതായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാവുന്നു. അപ്പോൾ ആ ബോണ്ടിങ് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്പർ ഓഫ് മോളിക്യൂൾസ് റീച്ചിങ് ഇൻ ദ വേപ്പർ ഫേസ് ഡിക്രീസസ്. സോ ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇത് മൂന്നും നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന് എക്സാമ്പിളാണ് ക്ലോറോഫോം അസറ്റോൺ, ഫീനോൾ അനിലിൻ. In phenol aniline also there is hydrogen bonding, nitric acid and water. All these are examples for solution showing negative deviation. ഇനി നമ്മൾ എങ്ങനെയാണ് യൂഷ്വലി രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാം. എപ്പോഴാണ് നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്? രണ്ടിൻ്റെയും ബോയിലിംഗ് പോയിന്റിൽ നല്ല ഡിഫറൻസ് ഉള്ളപ്പോൾ. ഇനി ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് കുറവാണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. അപ്പോൾ നമ്മളിവിടെ രണ്ട് ലിക്വിഡ്സാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡ് യൂഷ്വലി യൂസ് ചെയ്യാം. പക്ഷെ അത് ഡിസ്റ്റിൽ ചെയ്ത് ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ എത്തുന്ന സമയത്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വേപ്പർ കൂടി ഒരുമിച്ച് പുറത്തേക്ക് വരും. അതായത് വേപ്പർ ഫേസിലും ലിക്വിഡ് ഫേസിലും കോമ്പോസിഷനിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലിക്വിഡ് ഹാവിങ് ലോ ബോയിലിംഗ് പോയിന്റ് ബോയിൽസ് ഫസ്റ്റ് ആൻഡ് ഇറ്റ്സ് വേപ്പേഴ്സ് ക്യാൻ ബി കളക്റ്റഡ്. അങ്ങനെ രണ്ടിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ യൂഷ്വലി സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഡീവിയേഷൻ, അതായത് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ രണ്ട് ലിക്വിഡ്സിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്റ്റിലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ നമ്മളത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് ലിക്വിഡിൻ്റെയും കൂടി വേപ്പർ ഒരുമിച്ച് വരും. ആൻഡ് ഇൻ ദ വേപ്പർ ഫേസ് ആൻഡ് ലിക്വിഡ് ഫേസ് ദേ ഹാവ് സെയിം കോമ്പോസിഷൻ. ആ വേപ്പറിനെ നമ്മൾ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ സെയിം ലിക്വിഡ് മിക്സ്ചർ. സോ ദേ കനോട്ട് ബി സെപ്പറേറ്റഡ്. ഒരു ലിമിറ്റ് വരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പെർട്ടിക്കുലർ കോമ്പോസിഷനെ പറയുന്ന പേരാണ് അസിയോട്രോപ്പ്. അപ്പോൾ
അപ്പോൾ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിക്വിഡ് മിക്സ്ചർ ഒരു കോൺസ്റ്റൻറ്റ് ബോയിലിംഗ് പോയിൻ്റ്, രണ്ടിൻ്റെയും സെപ്പറേറ്റ് ആണ് ബോയിലിംഗ് പോയിൻ്റ് എങ്കിലും ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ അതൊരു ഫിക്സഡ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യും. സോ അസിയോട്രോപ്പിക് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദേ ആർ ലിക്വിഡ് മിക്സ്ചേഴ്സ് വിച്ച് ബോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ? ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ fractional distillation. They are called azeotropic mixtures. Both solutions showing positive and negative deviations form azeotropic mixture. അപ്പോൾ എന്താണ് azeotrope എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? It is a solution or it is a mixture of two liquids which boils at a constant temperature without change in composition in vapor phase and liquid phase, and they cannot be separated by fractional distillation. ഇനി സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ, രണ്ടും അസിയോട്രോപ്സ് ഫോം ചെയ്യും. രണ്ട് അസിയോട്രോപ്സും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എടുക്കുന്നു. ആ പോസിറ്റീവ് ഡീവിയേഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ കോമ്പോസിഷനിൽ അതിൻ്റെ വേപ്പർ പ്രഷർ മാക്സിമം ആണ്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മാക്സിമം ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാം. അത് ഐഡിയലി ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെയായിരുന്നു അതിൻ്റെ വേപ്പർ പ്രഷർ. അപ്പോൾ വെൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ബോയിൽ. അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത്? ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വലൈസ് ചെയ്യുമ്പോൾ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഗ്രാഫിൽ പ്രഷർ ഇങ്ങോട്ട് മുകളിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. സപ്പോസ് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ വെൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദിസ് ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇറ്റ് സ്റ്റാർട്ട്സ് ടു ബോയിൽ. അപ്പോൾ ഈ ലിക്വിഡിനെ നമ്മൾ ബോയിൽ ചെയ്ത് വേപ്പർ പ്രഷർ ഹീറ്റ് ചെയ്താലാണ് അതിൻ്റെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് വേപ്പർ പ്രഷർ ഇവിടെ എത്തുന്ന സമയത്ത് അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓൾറെഡി അത് ഇത്രയും വേപ്പർ പ്രഷറിലാണ് ഇരിക്കുന്നത് ഈ കോമ്പോസിഷനിൽ. ഇനി അതിനെ കുറച്ചുകൂടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ എന്തിനോട് ഈക്വലൈസ് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വലൈസ് ചെയ്യുന്നു. പക്ഷേ അത് ഐഡിയലി ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ വേപ്പർ പ്രഷർ കുറേ താഴെയാണ്. അപ്പോൾ അതിനെ കൂടുതൽ ഹീറ്റ് ചെയ്യണം. എന്ത് വേണമെങ്കിൽ വേപ്പർ പ്രഷറിനോട് ഇതിനോട് അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വലൈസ് ചെയ്യണമെങ്കിൽ ഇതുവരെ ഹീറ്റ് ചെയ്യുന്നു, പിന്നെയും ഹീറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ആക്ച്വലി അത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ കൂടുതലായ കാരണം ആ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കുറവാണെന്ന് നമുക്ക് പറഞ്ഞുകൂടെ? വേപ്പർ പ്രഷർ കൂടുമ്പോൾ കുറച്ച് ഹീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറവാണ്. സോ സച്ച് അസിയോട്രോപ്സ്, ഈ കോമ്പോസിഷനിൽ അത് അസിയോട്രോപ്പ് ഫോം ചെയ്യുന്നു. ആ അസിയോട്രോപ്പിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൗൾസ് ലോന്ന് എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറവാണ്. ബോയിലിംഗ് പോയിൻ്റ് കുറവാണ്. ആ സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്തിരുന്നെങ്കിൽ എത്ര ബോയിലിംഗ് പോയിൻ്റ് കാണിക്കുമായിരുന്നോ അതിലും കുറവായിരിക്കും. സോ സച്ച് ലിക്വിഡ് മിക്സ്ചേഴ്സ് ഓർ സച്ച് അസിയോട്രോപ്സ് ആർ കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. സോ ജനറലി solution showing large positive deviation form minimum boiling azeotrophs. On the other hand, solution showing large negative deviation from ideal behavior form maximum boiling azeotrophs. So, രണ്ട് തരം അസിയോട്രോപ്സ് ഉണ്ട്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് തരുന്നത് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് തരുന്നത് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് തരുന്നു. നെഗറ്റീവ് ഡീവിയേഷൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് തരുന്നു. അപ്പോൾ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഒന്നും കൂടി ഓർത്ത് നോക്കൂ. എന്താ അസിയോട്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് ലിക്വിഡ് മിക്സ്ചറാണ്. വിച്ച് ബോയിൽസ് അറ്റ് എ ലിക്വിഡ് മിക്സ്ചർ വിച്ച് ബോയിൽസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വിതൗട്ട് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഇൻ വേപ്പർ ഫേസ് ആൻഡ് ലിക്വിഡ് ഫേസ് ആൻഡ് ദേ കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അസിയോട്രോപ്പ്. ദർ ആർ 2 types of asiotropes. ഏതൊക്കെയാണ്? Minimum boiling azeotrope and maximum boiling azeotrope. Minimum boiling azeotrope is formed from solution showing positive deviation and maximum boiling from solution showing negative deviation.